ഗുണ്ട എന്ന് കേട്ടിട്ടുണ്ടോ? ഗുണ്ട അതേ സ്വഭാവമാണോ ഇവർ കാണിച്ചു? അതന്നെ തീർച്ചയായും ഗുണ്ടായിസം. ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സ്പീക്കർ ഓണാക്കി ആ ഷൂട്ട് തടസ്സപ്പെടുത്തുന്നു. അല്ല ഇവരൊക്കെ എന്താ സംഭവം അറിയോ? ഇത് മനുഷ്യർ ജീവിക്കണം. ഇങ്ങോട്ട് വന്നേ, മനുഷ്യർ ജീവിക്കണ്ട അവിടെ ജീവിക്കണം, തീർച്ചയായും ജീവിക്കണം. അത്രയും ബുദ്ധിമുട്ടാണ് ഈ വ്യാപാരികളോട് സഹിക്കുന്നത്. താങ്കളെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഇവിടെ പബ്ലിക്കായിട്ട് ഇന്നാണ് പറഞ്ഞത്, നിന്നെ ഞാൻ കൊന്നിരിക്കും, നീ നാട്ടിലേക്ക് പോവില്ല, പച്ചയായിട്ട് പറഞ്ഞ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് എന്നെ പച്ചയായിട്ട് കൊല്ലും. സ്ത്രീ എന്നുള്ള പരിഗണന കൊടുക്കുന്ന സമയത്ത് നിങ്ങളെ തലേ കയറി നാടകം കളിക്കുന്ന അവസ്ഥ ഉണ്ടോ? അതന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര വയസ്സായി നിങ്ങൾക്ക്? എനിക്ക് 64 വയസ്സായി. 64 വയസ്സിന്റെ ഇടയിൽ നിങ്ങൾ നാണം കെട്ടോ? കെട്ടു. എന്നെ വേണ്ടാത്തെല്ലാം കേസ് കുടിച്ചിട്ട് ഒരു കാലം എനിക്ക് വീട്ടിൽ വരെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നിട്ടുണ്ട്. എൻ്റെ സീറ്റ് കയറി എൻ്റെ മൊബൈൽ എടുത്ത് വലിച്ചെറിയിട്ടാണ് എൻ്റെ എൻ്റെ മൊബൈൽ ഇപ്പോഴും കോടതിയിലാണ് ഉള്ളത്. ഈ 64 വയസ്സിലേക്ക് എൻ്റെ നാട്ടിൽ നടക്കാവ് സ്റ്റേഷനിലോ വെള്ളയ സ്റ്റേഷനിലോ ഒരു കേസ് പോലും എൻ്റെ പേരിലില്ല. എന്താ ചെയ്യുക? അതിൻ്റെ പ്രതികരണമാണ് ഇപ്പോൾ കാണുന്നത്. ഇത്ര 8-10 കൊല്ലമായിട്ട് എല്ലാം പോട്ടെ, റെഡിയാവും വിചാരിച്ച് നിന്നിട്ട് കഴിയാത്തനോട് നിരന്തരം പരാതികൾ കൊടുത്തിട്ട്, കള്ളപ്പരാതികൾ കൊടുത്തിട്ട് ആളുകളെ ഇവർക്ക് സ്ത്രീ എന്നുള്ള രീതിയിലുള്ള ഒരു സംരക്ഷണം ഇവർ ദുരുപയോഗം ചെയ്യുകയാണ്. ഈ സമയം നമുക്ക് കേസിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടത് ഇവിടുത്തെ CCTV ദൃശ്യങ്ങളിൽ നിന്നാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. മക്കളെ വെച്ച് കേസ് കൊടുക്കുകയാണ്. ചെറിയ പ്രായപൂർത്തിയാവാത്ത മക്കളെ വെച്ചിട്ട് എന്തെങ്കിലും പറയുന്നവരുടെ പേരിൽ കേസ് കൊടുക്കുക. അതാണ് ഇവരെ മെയിൻ. സ്ത്രീ എന്നുള്ള രീതിയിൽ കേസ് കൊടുക്കുക. എനിക്ക് എൻ്റെ ജാതകത്തിലുണ്ട് ഒരാളെ കൊന്നിട്ട് എനിക്ക് ജയിലിൽ പോകണമെന്നുള്ളത്. മിക്കവാറും അത് ഇയാൾ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. ഇന്നലെ വൈകിട്ടുണ്ടായ സംഭവമാണ്. ഇവരെ പ്രശ്നം എല്ലാവരും കടയിൽ കയറി ഭീഷണിപ്പെടുത്താൻ. ഞാൻ ഒന്നിലേക്കില്ലാത്ത എൻ്റെ കടയിൽ വന്ന് തീവ്രവാദിയാണെന്ന് വിളിച്ചിട്ടൊക്കെ. തീവ്രവാദിയാണോ? ഞാൻ തീവ്രവാദി അങ്ങനെ ആവാ? അവരാണ് വിളിച്ചത്. ആ സ്ത്രീ പേരെനിക്കറിയില്ല. നിരന്തരമായിട്ട് ഓരോ വ്യാപാരികൾക്കെതിരെയും ഇതേപോലെ നിരന്തരമായ വ്യാജ പരാതി കൊടുക്കുക, കേസ് കൊടുക്കുക. ഞങ്ങൾ കച്ചവടം ചെയ്യാൻ അനുവദിക്കുന്നില്ല. നിരന്തരം കോർപ്പറേഷനിൽ കേസ് കൊടുക്കുക, അതിനുവേണ്ടി ബുദ്ധിമുട്ടിക്കുക. എത്ര ടൈം 4-5 ടൈം കോർപ്പറേഷനിൽ പോയിട്ട് പല കാര്യങ്ങൾക്കും പോയി ബുദ്ധിമുട്ടാണ് ഡെയിലി. ഇവിടെ വന്നിട്ട് എൻ്റെ പേരിൽ വേണ്ട കേസെല്ലാം കൊടുക്കിയതാ. കോഴിക്കോട് ജില്ലയിലെ മിഠായി തെരുവിലെ ഒയാസിസ് കോംപ്ലക്സിൽ ഒരു സ്ത്രീ നടത്തുന്ന കട കൊണ്ട് ബുദ്ധിമുട്ടിയിരിക്കുകയാണ് ഇവിടുത്തെ കച്ചവടക്കാർ. തെരുവിലേക്ക് സാധനങ്ങൾ ഇറക്കി വെച്ചതിനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഗുണ്ടായിസവും ഗുണ്ടകളെ വിട്ട് വിരട്ടലും കേസുകൾ കൊടുത്ത് ഇവരെ ഒതുക്കി ആ ഏരിയയിലേക്ക് വരാതിരിക്കാൻ ശ്രമിക്കാറാണ് മിക്കവാറും പതിവ്. കച്ചവടക്കാരെ പേടിപ്പിച്ച് നിർത്തുന്ന അവസ്ഥ. 140 കടകളുടെ മുതലാളിമാർ ശരിക്കും ഇവിടെ നിൽക്കുകയാണ്. എന്താ വെച്ചാൽ ഈ കോമ്പൗണ്ടിൽ ബിസിനസ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. എന്താണ് പ്രശ്നം നിങ്ങളുടെ? ഇവിടുത്തെ പ്രശ്നം ഞാൻ ഇപ്പോൾ 32 വർഷമായിട്ട് കച്ചവടം ചെയ്യുന്ന ആളാണ്. ഇവിടെ ഞങ്ങൾ വളരെ സൗഹാർദ്ദമായിട്ടാണ് ഈ 150 കച്ചവടക്കാരും ഇവിടെ പോകുന്നത്. ഈ സ്ത്രീ ഇവിടെ വന്നതിന് ശേഷമാണ് ഇവിടെ ഓരോ കേസ് എടുത്തിട്ട് 4 വർഷമായിട്ട് സ്വന്തം കടയിൽ കയറാൻ പറ്റും. സ്വന്തം ഫോക്സോ നടത്തുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ വർക്ക് ചെയ്ത് നമ്മുടെ സഹോദരൻ സെക്യൂരിറ്റി സുരേഷ്, അവൻ്റെ പേരിലും ഫോക്സോ. അങ്ങനെ നിരന്തരം ഞങ്ങൾ എത്ര ഫോക്സോ കേസ് ഉണ്ട് ഇവിടെ? ആരൊക്കെ പേരുണ്ടെന്ന് പറയാം. ഇപ്പോൾ 2 ആളുടെ പേരിലാണ് ഫോക്സോ കേസുള്ളത്. ഒരാളുടെ ഫോക്സോ കേസ് വ്യാജാണെന്ന് പറഞ്ഞിട്ട് പോലീസ് അന്വേഷണത്തിൽ അത് ഒഴിവായിപ്പോയി. പിന്നെ നമ്മുടെ ഇവിടുത്തെ കച്ചവടക്കാരനാണ് നമ്മുടെ ഉല്ലാസിൻ്റെ പേരിൽ ഇതുപോലെ പീഡനം നടത്തിയെന്ന് പറഞ്ഞിട്ട് വ്യാജമായിട്ട് ഇതുപോലെ പരാതി കൊടുത്തു. അത് അന്വേഷണത്തിൽ വ്യാജാന്ന് പറഞ്ഞു. നിരന്തരമായിട്ട് ഓരോ വ്യാപാരികൾക്കെതിരെയും ഇതേപോലെ നിരന്തരമായ വ്യാജ പരാതി കൊടുക്കുക, കേസ് കൊടുക്കുക, ഞങ്ങൾ ഒതുക്കുക. അതിൽ ഓരോ ഈ ഷോപ്പ് ഈ കോമ്പൗണ്ടിൽ നിങ്ങളെ കച്ചവടം ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്നാണോ പറയുന്നത്? തീർച്ചയായിട്ടും. എന്താണ് ശരിക്കും ഇവിടെ സംഭവിക്കുന്നത്? എങ്ങനെ കച്ചവടം ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ഇവിടെ വരുന്ന പാർട്ടിനെ ഇവർ പറയുകയാണ് ഇവിടുന്ന് വാങ്ങണ്ട, പുറത്തു പോയി വാങ്ങിക്കോളി എന്ന് കാസ്കോമായിട്ട് സ്ഥലങ്ങളിലേക്ക് വിടുക. അവിടെ ഒരു നബിദീൻ എന്നുള്ള പരിപാടി, നല്ലൊരു കച്ചവടം നടക്കുന്ന മാർക്കറ്റ്. ഈ മുല്ലക്കവരെ മുഴുവൻ ഇവിടെ വിഷ്ണിക്കാട്ട് കൊടുത്ത് വിട്ട് അങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാൻ 48 വർഷം ഇവിടെ കച്ചവടം ചെയ്യുന്നത്. ഇത്രയും കമൗണ്ടുകൾ വൃത്തിയാക്കാനും എടുക്കാനും ഇതിന് പുരോഗമനം ഉണ്ടാകും. എനിക്കിനി വളർച്ച ഇട്ടുകൊണ്ട് എല്ലാവരും നന്നാക്കണം എന്നുള്ള ഉദ്ദേശം മാത്രമല്ല. ഇവിടെ ഉപദ്രവിക്കുക, വരുന്ന പോലെ പുറത്തു പോയി വാങ്ങിക്കോളാനും പറഞ്ഞ് എല്ലാം ബുദ്ധിമുട്ടിക്ക്. ഇനിയൊന്നുമില്ല. എൻ്റെ മക്കളെ പേരിൽ ബോക്സോ കേസ് കൊടുക്കുന്നു. പിന്നെ മകനെ സൂചി കൊണ്ട് കുത്തിനൊക്കെ പറഞ്ഞു പോലീസ് തള്ളി. പിന്നെ എൻ്റെ മകനെ ഇവിടെ അടിക്കാനത്ത് പിടിക്കാനൊക്കെ ആ കേസ് നിലവിലുണ്ട്. എൻ്റെ മകന് സുഖമില്ലാത്ത കുട്ടിയുണ്ട്, മകൻ. അതിന് ഇവിടെ ഉപദ്രവിച്ച് കുത്താൻ വാങ്ങാനൊക്കെ എന്നിട്ട് അവന് വൈക്ക് അപ്പുറത്ത് കൂടെ പോകുള്ളൂ. അങ്ങനെ എൻ്റെ കുടുംബത്തിന് ഇവർ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. ഞാനിപ്പോൾ നടന്നു പോകണേ ബൈന്ന് ഡാൻസ് മറ്റേ പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ട് ഇന്നും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഒരു മനസ്സിലും കൂടി വരാൻ വെറുപ്പുണ്ട്. താങ്കളുടെ ഇതെന്താ സംസാരിക്കാം? നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഇവിടെ നമ്മളെല്ലാവരും സഹോദരന്മാരെ പോലെ ജീവിച്ചിരുന്ന ആളുകളാണ്. അപ്പോൾ ഇവിടെ ഇതിനൊരു എന്താണ് പറയുക, വിലങ്ങുതടി ഉണ്ടായത് ഇവർ വന്നതിന് ശേഷമാണ്. ആ സൗഹാർദ്ദവും ഇവിടെ എല്ലാ മതക്കാരും ഉണ്ട് ഈ ബിസിനസ്സിൽ. ഈ കോമ്പൗണ്ടിൽ 140ഓളം ഷോപ്പുകളുണ്ട്. അവിടെ നമ്മൾ വളരെ മതസ്ഥരും എല്ലാ വിഭാഗങ്ങളും ഇവിടെ നമ്മുടെ എല്ലാ പരിപാടികൾക്കും നമ്മൾ സെക്യൂരിറ്റി നിങ്ങൾക്ക് ഉണ്ടായ പ്രശ്നം എന്താണെന്ന് പറയാം?
ഞാനിവിടെ 10-25 വർഷങ്ങളെ ഇവിടെ നിൽക്കുന്നത്. എനിക്ക് ജീവിതത്തിൽ ഇന്നേരം ഒരു കേസ് ഉണ്ടായില്ല. ഇവിടെ വന്ന് ജോലി ചെയ്യുമ്പോൾ ഈ ഇവരെ ഫാമിലി മൊത്തം എന്നെ വേണ്ടാത്ത വീട്ടുകാരെ വരെ. എത്ര വയസ്സായി നിങ്ങൾക്ക്? എനിക്ക് 64 വയസ്സായി. 64 വയസ്സിൻ്റെ ഇടയിൽ നിങ്ങൾ പോക്സോ എന്ന് പറഞ്ഞ് നാണം കെട്ടോ? ആ കെട്ടു. അതാ എന്നിട്ട് പറയാനുള്ളത്, നാണം കെടുത്തിയ ആൾക്കാരോട് എന്താണ് പറയാനുള്ളത്? നാണം കെടുത്തിയ ആൾക്കാർ എൻ്റെ മുതലാളിമാരെ എന്നെ രക്ഷപ്പെടുത്തിയത്. അവർ കമ്മീഷൻ ഒട്ടിക്കിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് എന്നെ വേണ്ടാത്ത എല്ലാം വിളിച്ച് പോസ്കോ കേസ് കുടിക്കിയിട്ട് ഒരു കാലം എനിക്ക് വീട്ടിൽ വരെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ മുതലാളിമാർ കമ്മീഷനെയും മറ്റവരും കണ്ടിട്ടാണ് എന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തി തന്നത്. അല്ലെങ്കിൽ ഞാനിന്നിവിടെ നിൽക്കില്ല. അവനിപ്പോൾ 4-5 വർഷങ്ങളെ ഇവിടെ വരുത്തില്ല. അവൻ്റെ പേരും പറഞ്ഞിട്ട് എൻ്റെ സീറ്റ് കയറി എൻ്റെ മൊബൈൽ എടുത്ത് വലിച്ചെറിഞ്ഞിട്ടാണ് എന്നെ പോയി പോസ്റ്റ്. എൻ്റെ ഈ 64 വയസ്സിലേക്ക് എൻ്റെ നാട്ടിൽ നടക്കാം സ്റ്റേഷനിലോ വെള്ള സ്റ്റേഷനിലോ ഒരു കേസ് പോലും എൻ്റെ പേരിലില്ല. ഇവിടെ വന്നിട്ട് എൻ്റെ പേരിൽ ഇങ്ങനെ വേണ്ടാത്ത കേസെല്ലാം കൊടുക്കിയതാണ്. സ്വസ്ഥമായിട്ട് ജീവിക്കില്ല. ഇന്നലെ പറഞ്ഞതെന്താ വെച്ചാൽ പിന്നെ 2-3 ആളെ മുതലാളിമാരെ പേര് പറഞ്ഞു വെച്ചു. ഇന്നലെ ആശ ഇവിടുന്ന് 10-15 ആൾക്കാരെ വിളിച്ചു. ഗുണ്ട എന്ന് കേട്ടിട്ടുണ്ടോ? ഗുണ്ട അതേ സ്വഭാവമാണോ ഇവർ കാണിച്ചു? അതന്നെ തീർച്ചയായും ഗുണ്ടായിസം. ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ബാക്കിൽ സ്പീക്കർ ഓണാക്കി ആ ഷൂട്ട് തടസ്സപ്പെടുത്തുന്നു. അല്ല ഇവരൊക്കെ എന്താ സംഭവം? ഇത് മനുഷ്യർ ജീവിക്കണം. ഇങ്ങോട്ട് വന്നേ, മനുഷ്യർ ജീവിക്കണ്ട അവിടെ. ജീവിക്കണം, തീർച്ചയായും ജീവിക്കണം. അത്രയും ബുദ്ധിമുട്ടാണ് ഈ വ്യാപാരികളോട് സഹിക്കുന്നത്. അത്രയും പ്രശ്നത്തിലാണ്. ഇവിടുന്ന് സാധനം വാങ്ങാൻ വരുന്ന ആൾക്കാരൊക്കെ ഇവിടുന്ന് പുറത്തേക്ക് പറഞ്ഞേക്കാണ്. ഉള്ളോട്ട് കടകളില്ല എന്ന് പറയണം. പറഞ്ഞു നിരന്തര ഉപദ്രവമാണ്. കോർപ്പറേഷനിൽ പരാതി, നമ്മളെ റൂം അനുകൃത എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ഒതുക്കുക. കോർപ്പറേഷനിൽ പോകാനുള്ള കച്ചവടം ചെയ്യാൻ അനുവദിക്കുന്നില്ല. നിരന്തരം കോർപ്പറേഷനിൽ കേസ് കൊടുക്കുക, അതിനുവേണ്ടി ബുദ്ധിമുട്ടിക്കുക. എത്ര ടൈം 4-5 ടൈം കോർപ്പറേഷനിൽ പോയിട്ട് പല കാര്യങ്ങൾക്കും പോയി ബുദ്ധിമുട്ടാണ് ഡെയിലി. ഇവിടെ കച്ചവടം ചെയ്യാൻ അനുവദിക്കുന്നില്ല. അതെങ്ങനെയൊന്ന് അനുവദിച്ച് കിട്ടണം. അനധികൃതമായിട്ടുള്ള കച്ചവടമാണ് ഇവിടെ ചെയ്തത്. ജമ്മി വരെ ഒഴിവാക്കാൻ പറഞ്ഞ. പക്ഷേ മുമ്പ് അതല്ല ഇവരെ പ്രശ്നം. എല്ലാവരും കടയിൽ കയറി ഭീഷണിപ്പെടുത്താം. ഞാൻ ഒന്നിലേക്കില്ലാത്ത എൻ്റെ കടയിൽ വന്ന് തീവ്രവാദിയാണെന്ന് വിളിച്ചിട്ടൊക്കെ. തീവ്രവാദിയാണോ? ഞാൻ തീവ്രവാദി അങ്ങനെ ആവാ? അവരാണ് വിളിച്ചത്. ആ സ്ത്രീ പേരെനിക്കറിയില്ല. അവരെൻ്റെ ഷോപ്പിൽ കയറി വന്നൊരു ഭീഷണിപ്പെടുത്തി പോയി. എൻ്റെ വീട്ടിലുള്ള ഭാര്യനും ഉമ്മനെയൊക്കെ തെറി വിളിച്ചിട്ടാണ് പോയത്. ഇവിടെ ആ വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റില്ല. സംസ്കാരവിനിമയ വാക്കുകളാണ്. നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് ഇവർ ഈ സെറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. എത്ര ധിക്കാരപരമായിട്ടാണ് സംഭവിക്കുന്നത്. അത് നിങ്ങൾ കണ്ടതല്ലേ? എല്ലാവരും കണ്ടത്, ജനങ്ങളെല്ലാവരും കണ്ടതല്ലേ? ഇപ്പോൾ ഈ വോയിസിന് ഈ വീഡിയോ എടുക്കുന്നതിന് അവർ പാട്ടിട്ടിട്ട് ഞങ്ങൾക്കെതിരെ ഇവിടെ മാന്യമായ കച്ചവടമല്ല ചെയ്യണേ. മറ്റ് 150 ആളുകൾക്കെതിരെ എല്ലാ മോശപരമായിട്ടുള്ള അതിക്രമം ഇവർ അയച്ചുവിട്ട് കൊടുക്കണേ. അപ്പോൾ ഇതിനെതിരെ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പൊരുതുവിടെ. താങ്കളെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഇവിടെ പബ്ലിക്കായിട്ട് ഇന്നാണ് പറഞ്ഞത് നിന്നെ ഞാൻ കൊന്നിരിക്കും, നീ നാട്ടിലേക്ക് പോവില്ല, പച്ചയായിട്ട് പറഞ്ഞ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ പച്ചയായിട്ട് കൊല്ലും. സ്ത്രീ എന്നുള്ള പരിഗണന കൊടുക്കുന്ന സമയത്ത് നിങ്ങളെ തലേ കയറി നാടകം കളിക്കുന്ന അവസ്ഥ ഉണ്ടോ? അതന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അനധികൃതമായി കെട്ടിടം നിർമ്മിക്കുക, അല്ലെങ്കിൽ വളരെ മോശമായ രീതിയിലേക്ക് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുക. ഇത്തരം രീതിയിലേക്ക്, അതായത് നമ്മളൊക്കെ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളല്ലേ, ഇത്തരം രീതിയിലേക്ക് ദ്രോഹിക്കുന്ന ആളുകൾ എന്താ ചെയ്യുക? അതിൻ്റെ പ്രതികരണമാണ് ഇപ്പോൾ കാണുന്നത്. 8-10 കൊല്ലമായിട്ട് എല്ലാം പോട്ടെ, റെഡിയാവും വിചാരിച്ച് നിന്നിട്ട് കഴിയാത്തനോട് എന്തിന് പോലീസ് സ്റ്റേഷനിലാണെങ്കിലും കോർപ്പറേഷനിലാണെങ്കിലും ഒരു തീരുമാനം കിട്ടാത്തതിന് നമ്മളെല്ലാവരും ഇപ്പോൾ യൂണിറ്റായിട്ട് ഒരു കൂട്ടായ്മയോട് വന്നിട്ട് ചെയ്തതിൻ്റെ റിസൾട്ട് അപ്പോൾ കാണുന്നത്. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഇത്തരം രീതിയിലേക്ക് പബ്ലിക് നോയ്സൻസ് ഉണ്ടാക്കുന്ന രീതിയിലേക്കുള്ള സംഭവമാണ്. ഇതിനെതിരെ പരാതി നിങ്ങൾ കൊടുക്കണം. പരാതി കൊടുത്തിട്ടുണ്ടല്ലോ. എത്ര പരാതി കൊടുത്തിട്ടുണ്ട്? നമ്മൾ ടൗൺ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയോ പരാതി നിങ്ങൾക്ക് കാണാം. അല്ല എന്താ നിങ്ങൾ പറയാനുള്ളത്? അല്ല, ഇവരെ സംബന്ധിച്ചിടത്തോളം നിരന്തരം പരാതികൾ കൊടുത്തിട്ട്, കള്ളപ്പരാതികൾ കൊടുത്തിട്ട് ആളുകളെ ഇവർക്ക് സ്ത്രീ എന്നുള്ള രീതിയിലുള്ള ഒരു സംരക്ഷണം ഇവർ ദുരുപയോഗം ചെയ്യുകയാണ്. ആ സ്ത്രീ എന്നുള്ള സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് അവർ പരാതി കൊടുത്ത് ദുരുപയോഗം ചെയ്യുക. അത് നിരവധി സമയം നമുക്ക് കേസിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടത് ഇവിടുത്തെ CCTV ദൃശ്യങ്ങളിൽ നിന്നാണ്. CCTV ദൃശ്യങ്ങൾ കുറച്ച് എനിക്ക് തരണം. CCTV ദൃശ്യങ്ങൾ തരാം. നിരവധി ഇവിടെ റെക്കോർഡുകളാണ്, പോലീസിന് കൊടുത്തിട്ടുള്ളതാണ്. ഈ CCTV ദൃശ്യം കിട്ടാതിരിക്കാൻ, പോലീസിന് കൊടുക്കുന്ന ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാതിരിക്കാൻ CCTV വരെ കട്ട് ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അവർ കച്ചവടക്കാരൻ എന്നുള്ള നിലയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഭയങ്കര ബുദ്ധിമുട്ടാണ്. മക്കളെ വെച്ച് കേസ് കൊടുക്കുകയാണ്. ചെറിയ പ്രായപൂർത്തിയാവാത്ത മക്കളെ വെച്ചിട്ട് എന്തെങ്കിലും പറയുന്നവരുടെ പേരിൽ കേസ് കൊടുക്കുക. അതാണ് ഇവരെ മെയിൻ. സ്ത്രീ എന്നുള്ള രീതിയിൽ കേസ് കൊടുക്കുക. കച്ചവടക്കാരൻ എന്നുള്ള നിലയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഭയങ്കര ബുദ്ധിമുട്ടാണ്. മക്കളെ വെച്ച് കേസ് കൊടുക്കുകയാണ്. ചെറിയ പ്രായപൂർത്തിയാവാത്ത മക്കളെ വെച്ചിട്ട് എന്തെങ്കിലും പറയുന്നവരുടെ പേരിൽ കേസ് കൊടുക്കുക. അതാണ് ഇവരെ മെയിൻ. സ്ത്രീ എന്നുള്ള രീതിയിൽ കേസ് കൊടുക്കുക. ഇത്രയും 65 വയസ്സ്, എത്ര വയസ്സായി? 64 വയസ്സായ ഒരു പാവത്തിന്റെ ജോലി കളയുന്ന രീതിയിലേക്ക്, അദ്ദേഹത്തിന്റെ കുടുംബത്തെ നശിപ്പിക്കുന്ന രീതിയിലേക്ക്. ഇപ്പോൾ ഞാൻ പറയുന്നത്, ഈ സംസാരിക്കുന്നത് കേൾക്കരുത് എന്ന് വെച്ച് സ്പീക്കർ വരെ ഓണാക്കി വെച്ചിരുന്ന സമയം, അതായത് 64 വയസ്സുള്ള ഒരു പാവപ്പെട്ട വൃദ്ധന്റെ ജീവിതം നശിപ്പിക്കുന്ന രീതിയിലേക്ക് ഇത്തരം ഇതിലേക്ക് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്നെ ഇന്നലെ വൈകിട്ട്
ഒരു 10-15 ആളുകളെ മുൻനിർത്തിയിട്ട് ഇവിടെ എന്നോ പറഞ്ഞ് എനിക്ക് എൻ്റെ ജാതകത്തിലുണ്ട് ഒരാളെ കൊന്നിട്ട് എനിക്ക് ജയിലിൽ പോകണമെന്നുള്ളത്. നിങ്ങളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ? മിക്കവാറും അത് ഇയാൾ എന്നെ ആയിരിക്കും എന്നും പറഞ്ഞു. ഇന്നലെ വൈകിട്ടുണ്ടായ സംഭവമാണ്. അതാണ് അത്രയും പേടിച്ചുകൊണ്ടേയിരിക്കുക. പക്ഷേ എൻ്റെ ഏട്ടന്മാരായിട്ടുള്ള മലയാളിമാരുള്ളതിൽ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ പേടിച്ച് ഓടേണ്ട ഗതികളിലേക്ക് വരും. ആരാണ് സംസാരിക്കാനുള്ളത് എന്ന് പറയാം. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇവിടുത്തെ ബിസിനസ് മൊത്തം കച്ചവടം മറ്റുള്ള മേഖലയിലേക്ക് മാറ്റുക. അവിടുത്തെ വിസിറ്റിംഗ് കാർഡ് കൊടുത്തിട്ട് നമ്മളിവിടെ വരുന്ന ആളുകളെ അപ്പുറത്തേക്ക് മാറ്റി പോവുക. അങ്ങനെ ഈ മൊത്തം മാർക്കറ്റ് തന്നെ ഇപ്പോൾ മന്ദിപ്പിലായി പോയിട്ട് ആകെ ഒറ്റ വ്യക്തികളെ കൊണ്ട് ഒരാളെ കൊണ്ട് ഇത്ര ഏറെ ബുദ്ധിമുട്ടുണ്ടാവുക എന്ന് പറയുന്നത് വലിയ കഷ്ടമുള്ള കാര്യം തന്നെയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒയാസിസ് കോംപ്ലക്സ്, അതായത് മിഠായി തെരുവിലെ ഒയാസിസ് കോംപ്ലക്സിൻ്റെ ഉള്ളിലാണ്. ഇതിലാണ് ഈ ഒരു സ്ഥലത്താണ് ഈ ഒരു സ്ത്രീ കട നടത്തുന്നത്. ഈ സ്ത്രീയുടെ ഭർത്താവ് കട നടത്തുന്നത്. അത്രയേറെ ബുദ്ധിമുട്ടിലാണ് ഇത്രയേറെ ആളുകൾ ശരിക്കും ഇവിടെ കൂടിയിട്ട് പ്രതികരിക്കാൻ തന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും ജനങ്ങൾ ശരിക്കും കണ്ടറിയണം. ഇത് വല്ലാത്ത രീതിയിലേക്കുള്ള ബുദ്ധിമുട്ടായ രീതിയിലേക്ക് മാത്രമാണ് ഇവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. നന്ദി, നമസ്കാരം.